ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ജീവശാസ്ത്രത്തിലെ നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ആ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് കേട്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലെ ഞാനൊരു PYQ ക്ലാസ് ഇട്ടിട്ടുണ്ട് ബയോളജി, അത് കാണാത്തവർ കയറിയിട്ട് കാണുക കേട്ടോ. SCERT ഫാക്റ്റും കൂടെ ഉൾപ്പെടുത്തിയതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഹൈപ്പർ ടെൻഷൻ, ത്രോംബോസിസ്, ഹെമറേജ്, ടാക്കികാർഡിയ. ഏതാണ് ആൻസർ? ഹെമറേജ് ആണ് അല്ലേ. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയ്ക്ക് എന്ത് പറയുന്നു? ഹെമറേജ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്? എന്താണ് ഹൈപ്പർ ടെൻഷൻ? നമ്മുടെ രക്തസമ്മർദ്ദം നോർമൽ നിരക്കിൽ നിന്ന് എന്ത് ചെയ്യാണ്? കൂടുന്നൊരവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. കൂടാതെ എന്താണ്? നിശബ്ദനായ കൊലയാളി എന്നുകൂടെ എന്ത് അറിയപ്പെടുന്നുണ്ട്? ഹൈപ്പർ ടെൻഷൻ അറിയുന്നുണ്ട് കേട്ടോ. അമിത രക്തസമ്മർദ്ദം, അതാണ് ഇതിൻ്റെ മലയാളം. ഈ രക്തധമനി ഇലാസ്തികത നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു രോഗമാണ് കേട്ടോ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈപ്പർ ടെൻഷനാണ് കേട്ടോ. അമിത രക്തസമ്മർദ്ദമാണ്, അറിഞ്ഞിരിക്കണേ. ഇനി അടുത്തത് എന്താണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്? ത്രോംബോസിസും ഹെമറേജും തമ്മിൽ കണ്ടാൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും അല്ലേ. ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് എന്താണ്? വേറെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ് ടാക്കികാർഡിയ എന്ന് പറയുന്നത്? ടാക്കികാർഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റിൽ 100-ൽ കൂടുതൽ ആവുന്ന അവസ്ഥയാണ് കേട്ടോ. ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയുന്നു? ടാക്കികാർഡിയ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ എന്താണ് ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ടാക്കികാർഡിയ എന്ന് പറയുന്നത്. ഇനി ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ നമ്മുടെ ഹൃദയമിടിപ്പ് 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ, 60-ലും താഴേക്ക് വരുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയുന്നു? ബ്രാഡികാർഡിയ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഡെക്സ്ട്രോകാർഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം എങ്ങോട്ട് മാറുന്നു? വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയെ നമ്മൾ ഡെക്സ്ട്രോകാർഡിയ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡെക്സ്ട്രോകാർഡിയ എന്താണെന്ന് മനസ്സിലാകുന്നില്ലേ? ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം എങ്ങോട്ട് മാറുന്നു? വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഡെക്സ്ട്രോകാർഡിയ എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് മുന്നേ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, സ്വയം പ്രതിരോധ വൈകല്യത്തിനൊരു ഉദാഹരണം. കിട്ടുന്നുണ്ടോ? ഏതാണത്? വാതപ്പനിയാണ് കേട്ടോ. വാതപ്പനിയാണ് സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഒരു ഉദാഹരണം. അതിനെ വേറൊന്നും കൂടെ പറയും, റൂമാറ്റിക് ഫീവർ എന്നും കൂടെ പറയും കേട്ടോ. റൂമാറ്റിക് ഫീവർ എന്നും കൂടെ പറയുവേ, ഓർത്തിരിക്കണേ. അപ്പോൾ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം എന്താണ്? വാതപ്പനിയാണ്. അതിന് എന്ത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്? റൂമാറ്റിക് ഫീവർ എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രക്തപടലം, ദൃഢപടലം, ദൃഷ്ടിപടലം, ധുവപാളി. ഏതാണ് ആൻസർ? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളി ഏതാണ്? രക്തപടലമാണ് അല്ലേ. രക്തക്കുഴലുകൾ ധാരാളം കാണപ്പെടുന്ന ഒരു മധ്യപാളിയാണ് രക്തപടലം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ധർമ്മം എന്താണ്? രക്തപടലത്തിൻ്റെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്നത് ആരാണ്? രക്തപടലമാണ്. അതിലെന്ത് കാണുന്നുണ്ട്? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി നോക്കൂ, ദൃഢപടലം. എന്താണ് ദൃഢപടലം എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം എന്ന് പറയുന്നതിന്. അതിന് നമ്മൾ സ്ക്ലീറ എന്നും കൂടെ പറയുന്നുണ്ട്, ഓർത്ത് വെച്ചേക്കണേ. ദൃഢപടലത്തിനെയാണ് നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുക എന്നതാണ് കേട്ടോ. നമ്മുടെ നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നത് ഏതാണ്? ദൃഢപടലമാണ്, അല്ലെങ്കിൽ സ്ക്ലീറയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലം എന്ന് കേൾക്കുമ്പോഴേ അറിയാലോ. എന്താണ് അതിൻ്റെ വേറൊരു പേരാണ്? റെറ്റിന കേട്ടോ. ദൃഷ്ടിപടലത്തിൻ്റെ വേറൊരു പേര് എന്താണ്? റെറ്റിന. എവിടെയാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? എവിടെയാണ്? റെറ്റിനയിലാണ്. ഇനി നമ്മുടെ ദൃഷ്ടിപടലത്തിൽ എന്താണ് കാണുന്നത്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് എന്ത് എന്ന് പറയുന്നത്? ദൃഷ്ടിപടലം. മനസ്സിലാവുന്നുണ്ടോ? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ഉള്ളിലുള്ള പാളി ഏതാണ്? ദൃഷ്ടിപടലം. ഏറ്റവും പുറമേയുള്ളത് ദൃഢപടലം. മധ്യഭാഗത്ത് കാണപ്പെടുന്ന പാളി ഏതാണ്? അത് രക്തപടലമാണ്. ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്നത് ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. പിന്നെ പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാണ്? റെറ്റിന. ദൃഷ്ടിപടലത്തിന് എന്തും കൂടെ എന്ന് പറയും? റെറ്റിന എന്നും കൂടെ പറയുന്നു. ഇനി നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട
ഒന്നും കൂടി ഉണ്ടല്ലേ, ധുവപാളി. എന്താണ് ധുവപാളി എന്ന് പറയുന്നത്? നമ്മുടെ ഈ കോർണിയയിൽ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളൊരു പാളിയാണ് ധുവപാളി എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയത് ഹർമിന്ദർ സിംഗ് ദുബെയാണ് കേട്ടോ. ഹർമിന്ദർ സിംഗ് ദുബെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ധുവപാളി കേട്ടോ, പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു പാളിയാണ്. കോർണിയയിൽ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു പാളിയാണ്. അതുകൊണ്ടാണ് ഹർമിന്ദർ സിംഗ് കണ്ടെത്തിയത് ഹർമിന്ദർ സിംഗ് ദുബെയാണ്. അതുകൊണ്ടാണ് അതിന് ധുവപാളി എന്നുള്ള പേര് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നാലും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. എന്താണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത്? നമ്മുടെ രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നതാണ് അക്വസ് ദ്രവം. അത് കണ്ണിലെ കലകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പോഷണവും ഓക്സിജനും നൽകുന്നു. അപ്പോൾ കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും കൊടുക്കുന്നത് ഏത് ദ്രവമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അക്വസ് ദ്രവമാണ്. ഇനി അടുത്തതാണ് വിട്രിയസ് ദ്രവം. എന്താണ്? അതൊരു ജെല്ലി പോലുള്ളൊരു ദ്രവമായിരിക്കും വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. അതെന്തിനാണ്? കണ്ണിൻ്റെ ആകൃതി നിലനിർത്താനാണ് സഹായിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? അത് കണ്ണിലെ ഏറ്റവും വലിയ അറയുമാണ്. മനസ്സിലാവുന്നുണ്ടോ? വിട്രിയസ് ദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? ജെല്ലി പോലുള്ളൊരു ദ്രവമാണ്, കണ്ണിൻ്റെ ആകൃതി നിലനിർത്താനാണ് സഹായിക്കുന്നത്. പിന്നെന്താണ്? കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് എന്ത് എന്ന് പറയുന്നത്? വിട്രിയസ് ദ്രവം, വിട്രിയസ് അറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കണം. കൂടാതെ തന്നെ മൂന്ന് ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുള്ളൊരു 3 ക്വസ്റ്റ്യനും കൂടെ നോക്കിയാലോ. നമ്മുടെ നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളെ എന്തു പറയുന്നു? എന്താണ് പറയുക? നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളെ എന്തു പറയുന്നു? സീലിയറി പേശികൾ എന്നാണ് പറയുന്നത് കേട്ടോ. സീലിയറി പേശികളാണ് നമ്മുടെ നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ കേട്ടോ. സീലിയറി പേശികൾ, മറന്നു പോരുതേ. ഇനി ഒന്നും കൂടെ ചോദിക്കാം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്കാണ്. കൂടാതെ എന്താണ്? കണ്ണിൻ്റെ തിളക്കത്തിന് കാരണവും എന്ത് തന്നെയാണ്? സിങ്കാണ്. അപ്പോൾ ചോദിക്കുകയാണ്, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്കാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണവും എന്ത് തന്നെയാണ്? സിങ്കാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? ലൈസോസൈമാണ് അല്ലേ? ലൈസോസൈം തെറ്റിപ്പോവരുത്. ലൈസോസൈമാണ് കണ്ണിൽ എന്ത് ചെയ്യുന്നത്? രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമിൻ്റെ പേരെന്താണ്? ലൈസോസൈമാണ്. കണ്ണുനീരിലരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിങ്കാണ്. ഇനി ഇവിടെ വേറൊന്നും കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ വന്നതാണ്. 2020 എന്നുള്ള പദം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വേർഡാണ് 2020 എന്നുള്ള പദം കേട്ടോ. ഓർത്തിരിക്കണേ. നമ്മളിവിടെ ദൃഷ്ടിപടലത്തിൽ നമ്മൾ പ്രകാശഗ്രാഹികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളവിടെ ഓർത്തിരിക്കേണ്ട വേറെ 2 വേർഡും കൂടിയാണ് റോഡ് കോശവും കോൺ കോശവും. ഏതാണ്? റോഡ് കോശവും കോൺ കോശവും. റോഡും കോണും. എന്താണ് റോഡ് കോശത്തിൻ്റെ പ്രത്യേകത? എന്താണ് അറിയാലേ? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു നമ്മളിവിടെ ഈ ദൃഷ്ടിപടലം പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പ്രകാശഗ്രാഹികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പോൾ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് റോഡ് കോശവും കോൺ കോശവും. എക്സാമിന് പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. റോഡ് കോശവും കോൺ കോശവും. എന്താണ് റോഡ് കോശത്തിൻ്റെ പ്രത്യേകത? എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? റോഡ് കോശം. മനസ്സിലാവുന്നുണ്ടോ? കൂടാതെ എന്താണ്? നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് എന്തിനാണ്? റോഡ് കോശത്തിനാണ്. റോഡ് ബ്ലാക്ക് ആണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പം എന്താണ്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശമാണ്. ഈ റോഡ് കോശത്തിലുള്ള വർണ്ണവസ്തുവിനെ നമ്മളൊരു പേര് പറയാറുണ്ട്. എന്താണെന്ന് അറിയാമോ? റോഡോപ്സിൻ എന്നാണ് കേട്ടോ. റോഡോപ്സിൻ എന്നാണ്. റോഡോപ്സിൻ. നമ്മുടെ റോഡ് കോശത്തിലുള്ള വർണ്ണവസ്തുവിൻ്റെ പേരെന്താണ്? റോഡോപ്സിൻ ആണ് കേട്ടോ. മറന്നു പോകല്ലേ. ഇനി അടുത്തതാണ് കോൺ കോശം. എന്താണ് കോൺ കോശങ്ങൾ? നിറങ്ങൾ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? കോൺ കോശം. മനസ്സിലാവുന്നുണ്ടോ? തിരിച്ചറിയാൻ കഴിവില്ലാത്തത് ഏതിനാണ്? റോഡ് കോശത്തിനാണ്. കോൺ കോശത്തിനാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളത്. ഒരുപാട് പല കളറിലുള്ള ഐസ്ക്രീം കോൺസ് ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഇനി തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ ഹെൽപ്പ് ചെയ്യണത് ആര് തന്നെയാണ്? കോൺ കോശമാണ്. നമ്മുടെ പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സാധ്യമാക്കുന്നത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ആൻസറായിട്ട് വരേണ്ടത്? കോൺ കോശമാണ് കേട്ടോ. ഈ കോൺ കോശത്തിൽ കാണപ്പെടുന്നൊരു വർണ്ണ വസ്തു ഉണ്ട്. അതേതാണെന്ന് അറിയാമോ?
അതാണ് അയഡോപ്സിൻ എന്ന് പറയുന്നത് കേട്ടോ. അയഡോപ്സിൻ. നമ്മുടെ റോഡ് കോശത്തിൽ കാണുന്ന വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിനാണ്. കോൺ കോശത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? അത് അയഡോപ്സിനാണ്. അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ കണ്ണിലെ കാര്യങ്ങൾ ഏകദേശം നമ്മൾ വായിച്ചില്ലേ? ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 21% അല്ലേ? ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%. അപ്പോൾ ഈ 14% എന്താണ്? 14%? അത് നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവാണ് കേട്ടോ. നിശ്വാസവായുവിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിൻ്റെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 14% അല്ലേ? പുറത്തേക്ക് കേട്ടോ. നിശ്വാസവായുവിൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പുറന്തള്ളണ എത്ര ഓക്സിജനാണ്? 14% ഓക്സിജനും. ഉച്ഛ്വാസവായുവിൽ നമ്മൾ വലിക്കുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നതാണ് ഉച്ഛ്വാസവായു. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് എത്രയാണ്? 21% ഓക്സിജനും ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ 0.04% അതെന്താണ്? ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ വായു എടുക്കുമ്പോൾ അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് 0.04% എന്ന് പറയുന്നത്. 5% ആണെങ്കിൽ നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുമ്പോഴുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് എന്ത് എന്ന് പറയുന്നത്? 5%. അവിടെ ചെറിയൊരു തിരുത്തുണ്ട്. SCERTയിൽ അത് 4% എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 5 or 4 ഏത് വന്നാലും കറപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം. 21% എന്ന് പറയുന്നത് എന്താണ്? ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%. ഇനി ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 0.04%. മനസ്സിലാവുന്നുണ്ടോ? 0.04% ആണ് കേട്ടോ ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? അത് 14%. നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് 14%. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ചോദിച്ചാൽ അത് എത്രയാണ്? 5% ആണ്. മനസ്സിലാവുന്നുണ്ടോ? SCERTയിൽ അത് 4% ആണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് ഇൻ്റർകോസ്റ്റൽ പേശികളും ഡയഫ്രം കേട്ടോ. എന്താണത്? നിശ്വാസത്തിന് സഹായിക്കുന്ന പേശികൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇൻ്റർകോസ്റ്റൽ പേശികളും അതുപോലെ തന്നെ ഡയഫ്രം ആണ് കേട്ടോ. ഡയഫ്രം ആണ് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന, ഈ നമ്മുടെ നിശ്വാസത്തിനും ഉച്ഛ്വാസത്തിനും സഹായിക്കുന്ന പേശികൾ മറന്നു പോകരുത് കേട്ടോ, എഴുതി വെച്ചോണേ. ഇനി അതുപോലെ തന്നെ എന്താണ് ഈ ഡയഫ്രം എന്ന് പറഞ്ഞത്? എന്താണ് ഡയഫ്രം? നമ്മുടെ ഈ അബ്ഡോമിനൽ ക്യാവിറ്റീനെയും തൊറാസിക് ക്യാവിറ്റീനെയും ഈ ഉദരാശയത്തെയും ഉദരാശയത്തെയും ഔരാസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത് കേട്ടോ. അബ്ഡോമിനൽ ക്യാവിറ്റീനെയും തൊറാസിക് ക്യാവിറ്റീനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭിത്തിക്ക് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 ക്യാവിറ്റികൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ധർമ്മമായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ നിശ്വാസത്തിന് സഹായിക്കുന്ന പേശികളെക്കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണത്? ഇൻ്റർകോസ്റ്റൽ പേശികളും ഡയഫ്രമാണ്. എന്താണ് ഡയഫ്രം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ്? ഉദരാശയത്തിൻ്റെയും ഔരാസാശയത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഒരു ഭിത്തി, അതിനെ രണ്ടിനെയും വേർതിരിക്കുന്ന ഒരു ഭിത്തിയാണ് എന്ത് എന്ന് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത് അല്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ഏതാണ്? കിട്ടുന്നുണ്ടോ? ലെസിത്തീനാണ് കേട്ടോ. ലെസിത്തീനാണ്. വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് ലെസിത്തീൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ വായു അറകൾക്ക് എന്ത് പറയുന്നുണ്ട്? ആൽവിയോലകൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൽവിയോളകൾ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ശ്വാസകോശത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ ആൽവിയോലകളാണ് കേട്ടോ. നമ്മുടെ ഈ ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആ നടക്കുന്ന അറയ്ക്ക് പറയുന്ന പേരാണ് ആൽവിയോളകൾ. അതാണ് കേട്ടോ വായു അറകൾ എന്ന് പറയുന്നത്. അത് അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ലെസിത്തീനാണ് കേട്ടോ. ലെസിത്തീനാണ്. ഇനി അടുത്തതാണ് മാക്രോഫേജുകൾ എന്ന് പറയുന്നത്. എന്താണ് മാക്രോഫേജുകൾ എന്ന് പറയുന്നത്? എന്താണ്?
നമ്മുടെ ഈ ആൽവിയോളകളിൽ, അതായത് ഈ വായുവറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം കോശങ്ങളെയാണ് നമ്മൾ മാക്രോഫേജുകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ വേറെ പേരിൽ ഒരു രീതിയിലും കൂടെ പറയും ശ്വാസകോശ പട്ടാളം. ശ്വാസകോശ പട്ടാളം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? മൈക്രോഫേജുകളെയാണ് കേട്ടോ, മറക്കരുതേ. അപ്പോൾ എന്താണ് മാക്രോഫേജ്? നമ്മുടെ ഈ വായു അറകളിൽ ഉണ്ടാകുന്ന അണുക്കളെയും പൊടികളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശ്വാസകോശ പട്ടാളം എന്നുള്ള പേര് അതിന് വന്നത് കേട്ടോ. അപ്പോൾ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? മാക്രോഫേജുകളാണ് കേട്ടോ. ഇനി ഇവിടെ വേറൊന്നും കൂടെ അറിഞ്ഞിരിക്കാൻ നമുക്ക്. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അത് സ്പൈറോമീറ്റർ ആണ് കേട്ടോ. അത് സ്പൈറോമീറ്റർ ആണ്. സ്പൈറോമീറ്റർ. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? സ്പൈറോമീറ്റർ ആണ് കേട്ടോ, മറന്നു പോകല്ലേ. ഇനി ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ്. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? എന്താണ്? നമ്മൾ ഗാഢമായൊരു ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായിട്ട് പുറത്തേക്ക് നമ്മൾ നിശ്വസിക്കുമ്പോൾ ആ പുറത്തു പോകുന്ന വായുവിൻ്റെ അളവിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം നന്നായിട്ട് എടുത്ത് ശക്തിയായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം വലിച്ചിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ശക്തിയായിട്ട് പുറത്തേക്ക് നിശ്വസിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആ ഒരു അളവിനെ, ആ പുറത്തേക്ക് പോകുന്ന ആ വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെയാണ് കേട്ടോ വൈറ്റൽ കപ്പാസിറ്റി. പുരുഷന്മാരുടെ ആണെങ്കിൽ 4.5 ലിറ്റർ ആയിരിക്കും കേട്ടോ. 4.5 ലിറ്റർ ആയിരിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ അത് 3 ലിറ്ററും ആയിരിക്കും കേട്ടോ. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ 4.5 ലിറ്ററും പുരുഷന്മാർക്കാണെങ്കിൽ 4.5 ലിറ്ററും സ്ത്രീകൾക്കാണെങ്കിൽ അത് 3 ലിറ്ററും ആയിരിക്കും കേട്ടോ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു വേർഡ് കൂടിയാണ് കേട്ടോ, ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. എന്താണ് ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ ഉച്ഛ്വാസത്തിലൂടെ സാധാരണ പോലെ നമ്മൾ ഉച്ഛ്വാസത്തിലേക്ക് ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന ആ വായുവിൻ്റെ അളവ്, അത്രയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് തള്ളി വിടുന്നതോ സാധാരണ രീതിയിൽ കേട്ടോ, അതിൻ്റെ അത്രയും വായു അളവിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ടൈഡൽ വോളിയത്തിൻ്റെ ഏകദേശം എന്താണ് അളവ് എന്ന് പറയുന്നത്? ഏകദേശം 1/2 ലിറ്റർ ആയിട്ട് വരും കേട്ടോ. ഏകദേശം 1/2 ലിറ്ററാണ് ടൈഡൽ വോളിയത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കേട്ടോ. 1/2 ലിറ്ററാണ് ടൈഡൽ വോളിയത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. 1/2 ലിറ്ററാണ് കേട്ടോ നോർമൽ രീതിയിൽ. മറ്റേതിൽ നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ നല്ല ഡീപ്പായിട്ട് ഉച്ഛ്വാസം എടുത്തതിന് ശേഷം ശക്തിയായിട്ട് നിശ്വസിക്കുമ്പോൾ എന്താണ് ആ പുറത്തേക്ക് പോകുന്ന അത്രയും ആ വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടൈഡൽ വോളിയം ആണെങ്കിൽ നോർമൽ രീതിയിൽ നമ്മൾ എന്താണ് ഇൻഹെയിലും എക്സെയിലും ചെയ്യുന്ന സമയത്ത് പുറന്തള്ളുന്ന അത്രയും വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വേർഡും കൂടെ ഇവിടെ ഓർത്തിരിക്കണേ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീർത്തു വലുതാകുന്ന അവസ്ഥ എന്താണത്? ഗോയിറ്റർ ആണ് അല്ലേ. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥ എന്താണ്? ഗോയിറ്ററാണ്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ്? അയഡിനാണ് കേട്ടോ. അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്നൊരവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. തൈറോക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോക്സിനും ഓക്സിറ്റോസിനുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ട് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? അതാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിനെ വേറൊരു പേരിലും കൂടെ പറയും, ഗ്രേവ്സ് ഡിസീസ് എന്നും കൂടെ പറയും കേട്ടോ. ഓർത്തിരിക്കണേ, ഗ്രേവ്സ് ഡിസീസ് എന്നും കൂടെ പറയുവേ. ഗ്രേവ്സ് ഡിസീസ് എന്നും കൂടെ പറയുന്നത് എന്തിനെയാണ്? എക്സോഫ്താൽമിക് ഗോയിറ്ററിനെയാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ. ഇനി അതുപോലെ തന്നെയാണ് മിക്സഡിമ എന്നുള്ളത്. മിക്സഡിമ ഇതിലാണ് മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് കേട്ടോ. മുതിർന്നവരിലാണ് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖമാണ് മിക്സഡിമ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ക്രെറ്റിനിസം എന്ന് പറഞ്ഞാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നതാണ്. കുട്ടി കേട്ടോ. കുട്ടികളിൽ ഉണ്ടാകുന്ന വളർച്ച മുരടിക്കുന്ന ഒരു രോഗമാണ് എന്ന് പറയുന്നത്? ക്രെറ്റിനിസം എന്ന് പറയുന്നത് കേട്ടോ. ക്രെറ്റിനിസം എന്ന് പറയുന്നത്. മിക്സഡിമയാണെങ്കിൽ മുതിർന്ന, മീമു കേട്ടോ. കുട്ടി.
അപ്പോൾ ക്രെറ്റിനിസം കുട്ടികളിൽ, മിക്സഡിമ മുതിർന്നവരിൽ. രണ്ടും എന്താണ്, തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമുണ്ടാകുന്നതാണ്. പക്ഷേ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ എന്താണ്, അവിടെ എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ എന്താണ് ഗ്രേവ്സ് ഡിസീസാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നു. കുറഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. നമ്മുടെ കുട്ടികളിൽ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്, അത് തൈറോക്സിനാണ് കേട്ടോ. തൈറോക്സിനാണേ, മറന്നു പോവില്ല കേട്ടോ. തൈറോക്സിനാണ് കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്, തൈറോക്സിൻ. ക്വസ്റ്റ്യൻ വന്നതാണ്. നമ്മുടെ ഈ ബേസൽ മെറ്റബോളിക് റേറ്റിൽ എന്താണ്, അത് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഏത് തന്നെയാണ്, നമ്മുടെ തൈറോക്സിനാണ് കേട്ടോ. എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്താണെന്ന് അറിയാലോ. നമ്മുടെ ഈ ലൈഫ് നിലനിർത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം വേണ്ടി വരുന്ന ഊർജ്ജ ഉപയോഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് നിയന്ത്രിക്കുന്നതിലും ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ഏതാണ്, തൈറോക്സിനാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇനി കാൽസിട്ടോണിൻ എന്താണ്, നമ്മുടെ രക്തത്തിലെ അധികമുള്ള എന്താണ്, കാൽസ്യത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള എന്താണ് ഹോർമോൺ ഏതാണ്, അത് കാൽസിട്ടോണിനാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്, കാൽസിട്ടോണിനാണ് കേട്ടോ. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അസ്ഥികളിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുക ഈ കാൽസിട്ടോണിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, ഞാനതിങ്ങനെ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. പറ്റുകയാണെങ്കിൽ ചെറിയ ചെറിയ നോട്ട്സും എഴുതുക കേട്ടോ. ഇതിൻ്റെയൊക്കെ എന്താണ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ക്ലാസ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റ് ഞാൻ ഇടുന്നതായിരിക്കുമേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വന്നത്, കാൽസിട്ടോണിൻ നമ്മുടെ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അസ്ഥികളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത് ഏതാണ്, കാൽസിട്ടോണിനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്, തൈറോക്സിനും കാൽസിട്ടോണിനുമാണ്. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഏതായിരുന്നു അത്, തൈറോക്സിനാണ് കേട്ടോ. കുട്ടികളിലെ വളർച്ച നിയന്ത്രിക്കുന്നത് ഏതാണ്, തൈറോക്സിൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ്, അത് അയഡിനാണ് കേട്ടോ. അയഡിനാണ്. ക്രെറ്റിനിസം എന്താണ്, തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മുരടിപ്പിനും കാരണമാകുന്നതിനാണ് ക്രെറ്റിനിസം. കുട്ടി കേട്ടോ. മിക്സഡിമ എന്താണ്, തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ എന്ന് പറയുന്നത് കേട്ടോ. ഇനി എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണെങ്കിലോ, തൈറോക്സിൻ്റെ കൂടുതൽ ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, കാൽസിട്ടോണിൻ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എന്താണ്, രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നത് ഏതാണ്, കാൽസിട്ടോണിനാണ്. അസ്ഥിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക, ഓർത്തിരിക്കണേ. ഇനി അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് എന്ത് എന്ന് പറയുന്നത്, ഹോർമോണുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് ഈ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത്, എന്താണ് നമ്മുടെ ഈ അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ചേർന്നതാണ് എന്ത് എന്ന് പറയുന്നത്, ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ എൻഡോക്രൈൻ ഗ്ലാൻസും പിന്നെന്താണ് ഈ ഹോർമോണുകളും ചേർന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലുള്ള ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, അത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് അല്ലേ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്, തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നു, ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും കൂടിയാണ് എന്ത് എന്ന് പറയുന്നത്, തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ പഠിച്ചല്ലോ, കാൽസിട്ടോണിനും തൈറോക്സിനും നമ്മൾ പഠിച്ചു. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്, കാൽസിട്ടോണിനും തൈറോക്സിനുമാണ്. ഇനി അടുത്തതാണ് പൈനിയൽ ഗ്രന്ഥി. അതെങ്ങനെയാണ്, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്നു. കാരണം എന്തുകൊണ്ടാണ്, മെലാറ്റോണിനും സെറാട്ടോണിനും ഉണ്ട്. കാരണം എന്താണ്, മെലാറ്റോണിനാണ് നമ്മുടെ ദൈനംദിന ജീവിതചര്യകളൊക്കെ എന്താണ് നിയന്ത്രിക്കുന്നത്, ഏതാണ്, മെലാറ്റോണിനാണ്. അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്ന് പൈനിയൽ ഗ്രന്ഥിനെ പറയുന്നത്. ഇനി സെറാട്ടോണിൻ ഉണ്ടല്ലോ, സെറാട്ടോണിൻ എന്താണ്, നമ്മളുടെ വിചാരങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് സെറാട്ടോണിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മെലാറ്റോണിൻ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്നു. അങ്ങനെ പൈനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ജീവഘടികാരം എന്നറിയപ്പെടുന്നു. കൂടാതെ ഈ പൈനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ ഏറ്റവും ചെറിയ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഏതാണ് ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്, അത് പൈനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ.
ഈ മെലാറ്റോണിനാണ് കേട്ടോ പകലിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ രാത്രിയിലാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുക കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നേക്കണേ. അടുത്തതാണ് പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? മധുരഗ്രന്ഥി എന്നും കൂടെ അറിയപ്പെടുന്നു. പാൻക്രിയാസ് ഗ്രന്ഥിനെ എങ്ങനെ അറിയപ്പെടുന്നു? മധുരഗ്രന്ഥി എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കാഗോണും എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന ഒരു കോശ സമൂഹത്തെയാണ് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസ് എന്ന് വിളിക്കുന്നത്. അതിലെ ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കോഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ എന്തുൽപ്പാദിപ്പിക്കുന്നു? ഗ്ലൂക്കോഗോൺ. അതിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇൻസുലിന് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ബീറ്റയും ഇത് ആൽഫയും ആണ് കേട്ടോ. നമ്മുടെ ഗ്ലൂക്കോഗോണ് ആൽഫയാണ് നിർമ്മിക്കുന്നത്. ഇൻസുലിൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ബീറ്റയാണ് നിർമ്മിക്കുന്നത് കേട്ടോ. ബീറ്റ കോശങ്ങളാണ് നിർമ്മിക്കുന്നത്. അത് ഇവിടെ നിന്ന് അറിഞ്ഞിരുന്നേക്കണം കേട്ടോ. ഇനി കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക ആരാണ് ചെയ്യുന്നത്? ഗ്ലൂക്കോഗോണിൻ്റെ പണിയാണ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കോഗോണാണ്. കരളിലും പേശിയിലും വെച്ചിട്ട് ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കിയിട്ട് വീണ്ടും ആര് മാറ്റുന്നു? ഇൻസുലിൻ മാറ്റുന്നു. മനസ്സിലാവുന്നുണ്ടോ? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാണ്? ഗ്ലൂക്കോഗോണാണ്. ഈ ഗ്ലൈക്കോജനെ എന്ത് ചെയ്യുന്നു? വീണ്ടും ഈ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? വീണ്ടും ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ആര്? ഇൻസുലിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്താണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി കാണപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ഈ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോർമോണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി റിലീസ് ചെയ്യുന്നുണ്ട്. ഏതാണത്? പാരാത്ത് ഹോർമോണാണ് കേട്ടോ. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പാരാത്ത് ഹോർമോണാണ് കേട്ടോ. ഈ പാരാത്ത് ഹോർമോണിൻ്റെ കുറവ് മൂലം ഒരസുഖം ഉണ്ടാകുന്നുണ്ട്. അത് ഏതാണെന്ന് അറിയോ? അത് പേശികളെ ബാധിക്കുന്ന അസുഖമാണ്. ടെറ്റനിയാണ് കേട്ടോ. ടെറ്റനിയാണ് പാരാത്ത് ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം. ഏതാണ്? ടെറ്റനിയാണ് കേട്ടോ. നമ്മുടെ ഈ നോർമൽ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണെന്നറിയാം? അതും ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. 9/11 മില്ലിഗ്രാം ആണ് കേട്ടോ 100-ൽ. എത്രയാണ്? 9/11 കേട്ടോ. കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണ്? 9/11. മറന്നു പോവല്ലേ. ഇനി അടുത്തതാണ് തൈമസ് ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. എങ്ങനെയും കൂടെ അറിയപ്പെടുന്നുണ്ട്? യുവത്വ ഗ്രന്ഥി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് അതേതാണ്? തൈമോസിനാണ് കേട്ടോ. തൈമസ് ഗ്രന്ഥിയുടെ ഏതാണ്? തൈമോസിനാണ് കേട്ടോ. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് തൈമോക്സിനാണ് കേട്ടോ. തൈമോസിനാണ്. ഈ തൈമസ് ഗ്രന്ഥിയാണ് നമ്മുടെ ഈ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഏതാണ്? നമ്മുടെ തൈമസ് ഗ്രന്ഥിയാണ് കേട്ടോ. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളെയൊക്കെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പാകപ്പെടലിനെ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? തൈമസ് ഗ്രന്ഥിയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. ഇനി അടുത്തതാണ് ഹൈപ്പോതലാമസ് കേട്ടോ. ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന 2 ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും എന്ന് പറയുന്നത്. അത് നമുക്കറിയാലോ. ഓക്സിറ്റോസിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിനും പിന്നെന്താണ്? ഡെലിവറി സുഗമാക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഏത് എന്ന് പറയുന്നത്? ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. വാസോപ്രസിൻ അറിയാലോ. എന്താണ് വാസോപ്രസിൻ? നമ്മുടെ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപരനാമം എന്താണ്? ADH. എന്താണ്? ആൻറ്റി ഡയോറിറ്റിക് ഹോർമോൺ എന്നാണ് കേട്ടോ. ADH. നമ്മുടെ ഈ ADHൻ്റെ ഉൽപ്പാദനം കുറയുന്നൊരവസ്ഥയ്ക്ക് നമ്മൾ ഒരു പേര് പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്നാണ് കേട്ടോ. ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്നാണ് കേട്ടോ. ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്നാണ് നമ്മുടെ ഈ ADH ഉൽപ്പാദനം കുറയുന്നൊരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഏകദേശം മനസ്സിലായില്ലേ? ഇനി വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നത് ആരാണ്? അത് വാസോപ്രസിനാണ് അല്ലേ. വാസോപ്രസിനാണ്. ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ അതേതാണ്? ഓക്സിറ്റോസിനാണ്. രണ്ടും ആരാണ് റിലീസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ആണ് റിലീസ് ചെയ്യുന്നത്. അടുത്തതാണ് അഡ്രിനാൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ഗ്ലാൻഡാണ് അഡ്രിനാൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിൽ കോർട്ടെക്സ്
പുറം ഭാഗവും മെഡുല്ല എന്ന് പറയുന്നത് ഉൾഭാഗവുമാണ് കേട്ടോ. പുറം ഭാഗമായിട്ടുള്ള കോർട്ടെക്സ് കുറച്ച് ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? കോർട്ടിസോള്, അൾഡസ്റ്റിറോണ്, ലൈംഗിക ഹോർമോൺ. ആരുൽപ്പാദിപ്പിക്കുന്നു? അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കോർട്ടിസോൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ മാംസ്യം, കൊഴുപ്പ് എന്നിവയെയൊക്കെ വിഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വീക്കം, അലർജിയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് തന്നെയാണ്? കോർട്ടിസോളാണ് കേട്ടോ. അൾഡസ്റ്റിറോൺ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ബോഡിയുടെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? അൾഡസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? കോർട്ടിസോൾ ആണെങ്കിൽ എന്തിനാണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത് എന്ന് പറയുന്നത്? കോർട്ടിസോൾ. ഏത് ഭാഗമാണ്? കോർട്ടെക്സ് ആണ് കേട്ടോ. പുറംഭാഗമായിട്ടുള്ള കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇനി അൾഡസ്റ്റിറോൺ ആണെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. ഇനി അടുത്തതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അതിൻ്റെ ആകൃതി എങ്ങനെയാണ്? പയർ വിത്തിൻ്റെ ആകൃതിയിലാണ് കേട്ടോ പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് ഹോർമോൺ ഉണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഏതൊക്കെയാണത്? TSH, ACTH, GTH, വളർച്ചാ ഹോർമോൺ, പ്രൊലാക്റ്റിൻ. TSH എന്താണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് കേട്ടോ. TSH എന്താണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ACTH എന്താണ്? അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോണാണ് കേട്ടോ. അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോണാണ് ACTH. GTH ആണെങ്കിൽ ഗൊണാഡോട്രോപ്പിക് ഹോർമോണുകളാണ് കേട്ടോ. പിന്നെ വളർച്ചാ ഹോർമോണുകൾ നമുക്കറിയാലോ, സൊമാറ്റോട്രോപ്പിൻ ഒക്കെ. പിന്നെ പ്രൊലാക്റ്റിൻ, പാലുൽപാദനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നമ്മുടെ ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വന്നിട്ടേ ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ സ്ഥാനം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നോക്കൂ, എവിടെയാണ് പീനിയൽ ഗ്ലാൻഡ്? എവിടെയാണുള്ളത്? മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ഏതാണ്? അത് പീനിയൽ ഗ്ലാൻഡാണ് കേട്ടോ. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നത് പീനിയൽ ഗ്ലാൻഡാണ് കേട്ടോ. ഹൈപ്പോതലാമസ് ആണെങ്കിലോ തലാമസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്നത് ഏതാണ്? ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെങ്കിലോ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്നു. പിറ്റ്യൂട്ടറി എവിടെയാണ് കാണപ്പെടുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഇത് ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് കേട്ടോ. ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ ഈ പാരാതൈറോയിഡ്. കണ്ടോ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്നതാണ് പാരാതൈറോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി തൈറോയ്ഡ് ഗ്രന്ഥി ഇത് കണ്ടല്ലോ, ഇതാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി ഏതാണ്? ചിത്രശലഭത്തിൻ്റെ ആകൃതിയാണ് കേട്ടോ. ചിത്രശലഭത്തിൻ്റെ ആകൃതിയാണ് തൈറോയ്ഡ് ഗ്രന്ഥിക്ക്. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്ലാൻസ് എവിടെയാണ് കാണുന്നത്? തൈറോയിഡിൻ്റെ പിൻഭാഗത്ത്. ഈ ഉണ്ടകൾ കണ്ടോ? ഇതാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി കേട്ടോ. നാല് കണ്ടോ ഇങ്ങനെ ഓരോ ഡോട്ട് പോലെ? അതാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻസ് കേട്ടോ. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻസിൻ്റെ പിന്നിലാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി കാണപ്പെടുന്നത്. ഇനി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം തൈമസ് എവിടെയാണ്? മാറല്ലിന് നടുക്കായിട്ട്, മാറല്ലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. എന്ത്? തൈമസ്. മാറല്ലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? തൈമസ് ആണ് എന്നതാണ് എന്ത് എന്ന് പറയുന്നത്? അഡ്രിനൽ ഗ്ലാൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി പാൻക്രിയാസിൻ്റെ സ്ഥാനമാണെങ്കിലോ അത് ആമാശയത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ പാൻക്രിയാസ് സ്ഥിതി ചെയ്യുന്നത്. പാൻക്രിയാസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആമാശയത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് പാൻക്രിയാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കിക്കഴിഞ്ഞാലോ, പീനിയൽ ഗ്ലാൻഡ്, പീനിയൽ ഗ്രന്ഥി എവിടെയാണുള്ളത്? നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നു. പീനിയൽ ഗ്രന്ഥി എവിടെയാണ്? മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നു. ഇനി ഹൈപ്പോതലാമസ് ആണെങ്കിലോ തലാമസിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഹൈപ്പോതലാമസ്. തലാമസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്നതാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെങ്കിലോ ഹൈപ്പോതലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി പാരാതൈറോയ്ഡ് ഗ്ലാൻസ് ആണെങ്കിലോ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് ഈ ഡോട്ട്സ് പോലെ കാണുന്നതാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻസ് എന്ന് പറയുന്നത് കേട്ടോ. തൈറോയ്ഡ് ഗ്രന്ഥി പിന്നെ അറിയാലോ, പാരാതൈറോയിഡിൻ്റെ മുൻഭാഗത്തായിട്ട് കാണപ്പെടുന്നു. അത് കഴിഞ്ഞാൽ നേരെ ഏതാണ് വരുന്നത്? തൈമസ് ആണ്. തൈമസ് എവിടെയാണ്? മാറല്ലിന് താഴെയായിട്ടാണ് തൈമസ് കാണപ്പെടുന്നത് കേട്ടോ. മാറല്ലിന് താഴെയായിട്ട് തൈമസ് കാണുന്നു. അഡ്രിനൽ ഗ്ലാൻഡ് ആണെങ്കിലോ നമ്മുടെ വൃക്കയ്ക്ക് രണ്ട് വൃക്കയുടെയും മേളിലായിട്ട് ഒരു തൊപ്പി പോലെ കാണപ്പെടുന്നതാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് ആണെങ്കിൽ ആമാശയത്തിൻ്റെ തൊട്ട് താഴെയാണ് പാൻക്രിയാസ് കാണപ്പെടുന്നത്.
ഇനി നമുക്ക് SCERTയിലെ കുറച്ച് ഫാക്റ്റാണ് കേട്ടോ നോക്കാനുള്ളത്. നമ്മുടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള SCERT ഫാക്റ്റ് നമുക്ക് അതും കൂടി ഒന്ന് വേഗം ചെക്ക് ചെയ്യാം. ഹോർമോണും നമ്മുടെ 2 ഹോർമോണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ തൈറോക്സിനും കാൽസിറ്റോണിനും. അത് തൈറോക്സിൻ എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റബോളിസത്തിൻ്റെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. മെറ്റബോളിസത്തിനെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിനാണ്. പിന്നെ ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നു. തൈറോക്സിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇനി അടുത്തതാണ് കാൽസിറ്റോണിൻ. എന്താണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് ആരാണ്? കാൽസിറ്റോണിനാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് ആരാണ്? കാൽസിറ്റോണിൻ. ഇനി നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ അത് രണ്ടും നോക്കാം. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാരണം എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. ഇവിടെ ലക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. മെറ്റബോളിസത്തിൻ്റെ നിരക്ക് കൂടുന്നു, ഭാരക്കുറവ്, ഹൃദയമിടിപ്പ് കൂടുന്നു, അമിതമായ വിയർപ്പ്, ഉത്കണ്ഠ. ഇത്രയുമാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാരണം എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ്. ഇനി ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുക, ഹൈപ്പോ കുറവ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുകയാണ്. ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മെറ്റബോളിസം കുറയും, ശരീരഭാരം കൂടും, ഹൃദയമിടിപ്പ് കുറയും, ക്ഷീണം, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത്രയുമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഇനി ഗോയിറ്റർ ആണെങ്കിലോ, തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നിരവധി തകരാറുകൾ. അയഡിൻ്റെ അപര്യാപ്തത, നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതായിരുന്നു അല്ലേ. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന നിരവധി തകരാറുകൾ എന്തിലേക്ക് നയിക്കാറുണ്ട്? ഗോയിറ്ററിലേക്ക് നയിക്കാറുണ്ട്. പിന്നെന്താണ്? അയഡിൻ്റെ അപര്യാപ്തത മൂലം എന്തുണ്ടാകും? ഗോയിറ്റർ ഉണ്ടാകും. എന്താണ് ലക്ഷണം? കഴുത്തിലുണ്ടാകുന്ന വീക്കം, ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്. ഇത്രയുമാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നോക്കി വെച്ചേക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇനി നോക്കൂ, സൊമാറ്റോട്രോപ്പിൻ. ഈ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് അല്ലേ. അപ്പോൾ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ കുറവും കൂടുതലും ഒക്കെ എന്തുന്നുണ്ട്? പല ടൈപ്പായിട്ടുള്ള അസുഖങ്ങൾക്ക്, പല ടൈപ്പായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകാനുണ്ട്. അപ്പോൾ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. വാമനത്വം എന്താണ്? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് വാമനത്വത്തിന് കാരണം. എന്താണ് ലക്ഷണം? ശരീര വളർച്ച മുരടിക്കുന്നു. അപ്പോൾ വാമനത്വം എന്താണ്? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുകയാണ്. അങ്ങനെ വാമനത്വം എന്ന രോഗം ഉണ്ടാകും. എന്താണ് ലക്ഷണമായിട്ട് പറയുന്നത്? ശരീര വളർച്ചയൊക്കെ മുരടിക്കുന്നു. ഇനി ഭീമാകാരത്വം എന്താണ്? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അതാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. അമിതമായിട്ടുള്ള ശരീര വളർച്ചയാണ് ഇവിടെ ലക്ഷണമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച പൂർത്തിയായ ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നതാണ് അക്രോമെഗാലിക്ക് കാരണം. എന്താണ് ലക്ഷണം? കൈപ്പത്തി, കാൽപാദങ്ങൾ, താടിയെല്ല് എന്നീ ശരീരഭാഗങ്ങൾ അമിതമായിട്ട് വളരുന്നു. ഇത്രയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഡ്രാക്കുളയുടെ കഥ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിൽ ഈ ഡ്രാക്കുളയുടെ താടിയെല്ല് നീണ്ടിട്ടാണ് പോലും. അപ്പോൾ ചിലപ്പോൾ ഡ്രാക്കുളയ്ക്ക് അക്രോമെഗാലി ആയിരിക്കും അല്ലേ. എന്തായാലും അപ്പോൾ അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച പൂർത്തിയായ ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ഇതാണ് അക്രോമെഗാലിക്ക് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലവും കൂടുന്നത് മൂലവും എന്താണ്? വളർച്ച പൂർത്തിയായതിനു ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് മൂലവുമുള്ള രോഗങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഉറക്കവും ഉണരലും. മസ്തിഷ്കത്തിൽ തലാമസിന് സമീപം സ്ഥിതി ചെയ്യുന്ന പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മളിത് പഠിച്ചത് തന്നെയാണ്. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു. അപ്പം മസ്തിഷ്കത്തിൻ്റെ തലാമസിന് സമീപമാണ് പീനിയൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഹോർമോണാണ്? മെലാറ്റോണിനും സെറാട്ടോണിനും. അത് മെലാറ്റോണിനാണ് എന്ത് പറയുന്നത്? നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഏതാണ്? മെലാറ്റോണിനാണ്. അപ്പോൾ ഈ മെലാറ്റോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും എങ്ങനെ ചെയ്യുന്നു? സ്വാധീനിക്കുന്നുണ്ട്. ഇനി നോക്കൂ, പ്രതിരോധത്തിന് പിന്നിൽ മാറല്ലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്രന്ഥി എവിടെയാണ്? മാറല്ലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്രന്ഥി ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന ഹോർമോൺ T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനാണ് സഹായിക്കുന്നത്. ഇതെല്ലാം പോയിന്റുകളാക്കിയിട്ട് എഴുതി വെച്ചോണം കേട്ടോ. ചിലപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയണം. SCERTയിലുള്ളതല്ലേ.
പ്രതിരോധനത്തിന് പിന്നിൽ എന്താണ് പറയുന്നത്? മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്രന്ഥി ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഈ ഗ്രന്ഥി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നു. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും മുഖ്യ നിയന്ത്രണ കേന്ദ്രം. മിക്ക അന്തസ്രാവി ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. മിക്ക അന്തസ്രാവി ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. സമസ്ഥിതി പരിപാലനത്തിനുള്ള ഹൈപ്പോതലാമസിൻ്റെ പങ്കിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഹൈപ്പോതലാമസിൻ്റെ താഴെയായി പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നു. ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ട് ഏത് ഗ്രന്ഥിയാണ് കാണുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് കാണപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഹൈപ്പോതലാമസ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ACTH, TSH, അങ്ങനെ കുറച്ച് GTH, അങ്ങനെ കുറച്ച് ഹോർമോൺസുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ പറയുന്നത്. ഈ ഹൈപ്പോതലാമസിൻ്റെ താഴെയായി പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളമാണ് ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ കേട്ടോ. ആ ഉൽപ്പാദനത്തെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിച്ചു കൊണ്ടിട്ടാണ് ഹൈപ്പോതലാമസ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ട്രോപ്പിക് ഹോർമോണുകളെയൊക്കെ ഉൽപ്പാദനത്തെ ഒരാൾ തടയുന്നുണ്ട്. അതാരാണെന്നറിയോ? ഇൻഹിബിറ്ററി ഹോർമോൺസ് ആണ് കേട്ടോ. ഇൻഹിബിറ്ററി ഹോർമോൺസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. അതുകൊണ്ട് തന്നെ ഹോർമോൺ ഉൽപ്പാദന പ്രക്രിയയുടെ മുഖ്യ നിയന്ത്രകന ആരാണ്? ഹൈപ്പോതലാമസ് ആണെന്ന് പറയാം. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഹൈപ്പോതലാമസ് മുഖ്യ നിയന്ത്രകനായെന്ന്? ഇനി നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോതലാമസ് ഏതൊക്കെയാണ്? വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നിവ എന്ത് ചെയ്യുന്നു? നാഡീതന്തുക്കൾ വഴി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിലാണ് സംഭരിക്കപ്പെടുന്നത്. ഇപ്പം ഞാനിവിടെ ഇൻഹിബിറ്ററി ഹോർമോൺസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഈ ഇതിലുണ്ടാവുന്ന ന്യൂറോ സെക്രീറ്ററി കോശങ്ങളുണ്ടല്ലോ, ഈ ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെത്തുന്നത്. ഇവിടുന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെത്തുന്നു. റിലീസിങ് ഹോർമോണുകൾ പോർട്ടൽ സിര വഴി മുൻതളത്തിലെത്തി ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇൻഹിബിറ്ററി ഹോർമോണുകൾ അവയുടെ ഉൽപ്പാദനത്തെ തടയുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദനത്തെ റിലീസിങ് ഹോർമോണുകൾ എന്ത് ചെയ്യുന്നു? മുൻതളത്തിലെത്തിയിട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. പക്ഷേ ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്താണ് ചെയ്യുന്നത്? അവയുടെ ഉൽപ്പാദനത്തെ തടയുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം എന്താണ് ചെയ്യുന്നത്? വാസോപ്രസിനും ഓക്സിറ്റോസിനും എന്ത് ചെയ്യുന്നു? ആവശ്യഘട്ടങ്ങളിൽ സ്രവിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഏതൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? TSH എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു. ACTH അഡ്രിനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നു. അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നു. GTH ആണെങ്കിലോ അണ്ഡാശയം, വൃഷണം എന്നിവയുടെ പ്രവർത്തനത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത്. ഗൊണാഡോ ട്രോപ്പിക് ഹോർമോണുകൾ, അതാണ് GTH കേട്ടോ. ഇനി സൊമാറ്റോട്രോപ്പിൻ ആണെങ്കിൽ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു. പ്രൊലാക്റ്റിൻ ആണെങ്കിൽ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്സിറ്റോസിൻ എന്തിനൊക്കെയാണ്? പാൽ ചുരത്താൻ, മിനുസപേശികളുടെ സങ്കോചം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരെ നോക്കാം. ഇത് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, അത് വീണ്ടും ഒരു സ്ലൈഡിൽ വന്നതാണ്. ജലസന്തുലനം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്ന വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡയോറിറ്റിക് ഹോർമോൺ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രവർത്തനത്താലാണ് ജലസന്തുലനം നടക്കുന്നത്. അപ്പോൾ വാസോപ്രസിൻ അഥവാ നമ്മുടെ ADHൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ജലസന്തുലനം നടക്കുന്നത്. ഒന്നുകിൽ വാസോപ്രസിൻ അല്ലെങ്കിൽ എന്താണ് വാസോപ്രസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ആൻറ്റി ഡയോറിറ്റിക് ഹോർമോൺ കേട്ടോ. അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ജലസന്തുലനം നടക്കുന്നത്. ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് ADH ആണ്. വേനൽക്കാലത്ത് അമിതമായ വിയർപ്പും ചൂടും നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു. ഇത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. വാസോപ്രസിൻ വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം വർദ്ധിപ്പിക്കുന്നു. തൽഫലമായി മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും ജലനഷ്ടം തടയുകയും ചെയ്യുന്നു. ശൈത്യകാലത്താണെങ്കിൽ വിയർപ്പിലൂടെയുള്ള ജലനഷ്ടം കുറവായതിനാൽ വാസോപ്രസിൻ്റെ സ്രവണം കുറയുകയും വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ വേനൽക്കാലത്ത് എന്താണ് ചെയ്യുന്നത്? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ശൈത്യകാലത്താണെങ്കിലോ വാസോപ്രസിൻ്റെ സ്രവണം എന്ത് ചെയ്യുന്നു?
കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ ഒരു വിശപ്പിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗ്രേലിൻ എന്ന് പറഞ്ഞിട്ട്, ഇന്നലെ അല്ല, ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗ്രേലിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണുകൾ, അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വിശക്കാനും വിശപ്പ് കുറയ്ക്കാനും. സാധാരണ അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമല്ലെങ്കിലും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അന്തസ്രാവി ഗ്രന്ഥികളെപ്പോലെ പ്രവർത്തിക്കുന്ന ചില കലകളുണ്ട്. ആമാശയ പാളിയും കൊഴുപ്പ് കലയും ഇവയ്ക്ക് ഉദാഹരണമാണ്. എന്തിനാണ് ഉദാഹരണം? സാധാരണ അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമല്ലെങ്കിലും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അന്തസ്രാവി ഗ്രന്ഥികളെപ്പോലെ പ്രവർത്തിക്കുന്ന ചില കലകളുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണം, ആ കലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ആമാശയ പാളി, കൊഴുപ്പ് കല എന്നിവയാണ് അതിന് ഉദാഹരണം. ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ചില കോശങ്ങൾ നിർമ്മിക്കുന്ന ഗ്രലിൻ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. അപ്പോൾ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്രലിനാണ് കേട്ടോ. കൊഴുപ്പ് കലകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലെപ്റ്റിൻ എന്താണ് അറിയപ്പെടുന്നത്? സംതൃപ്തി ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഗ്രലിനാണ്. സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലെപ്റ്റിൻ. ശരീരത്തിൽ ആവശ്യത്തിന് ഊർജ്ജം സംഭരിച്ചിട്ടുണ്ടെന്ന് ഹൈപ്പോതലാമസിന് സൂചന നൽകി ലെപ്റ്റിൻ വിശപ്പ് കുറയ്ക്കുന്നു. ഇത് ഭക്ഷണ ഉപഭോഗം കുറയ്ക്കുകയും ഊർജ്ജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രലിൻ ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ച് വിശപ്പുണ്ടാക്കുന്നു. ഇത് ഭക്ഷണം കഴിക്കുന്നത് വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് സംഭരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹൈപ്പോതലാമസ് ആണല്ലേ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ കാരണക്കാരൻ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്രലിനാണ്. സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലെപ്റ്റിൻ കേട്ടോ. ഇനി ഇവിടെ പറയുന്നത് ഫിറമോണുകളെ പറ്റിയാണ് കേട്ടോ. നമ്മൾ ഈ ഹോർമോൺ പഠിക്കുമ്പോൾ ഫിറമോണും പഠിച്ചിരിക്കണം. ചില ജീവികൾ അതേ സ്പീഷീസിൽപ്പെട്ട ജീവികളുമായി ആശയവിനിമയത്തിനായി ചുറ്റുപാടിലേക്ക് ചില രാസവസ്തുക്കൾ സ്രവിക്കുന്നു. ഇവയാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. ബാഷ്പീകരണ സ്വഭാവമുള്ള ഈ രാസവസ്തുക്കൾ വ്യത്യസ്ത ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. നമ്മൾ പണ്ട് PSCക്ക് പഠിച്ചവർക്കറിയാം, സ്ഥിരമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഫിറമോൺസിലെ 2 പേര്, കസ്തൂരി മാനിലെ കസ്തൂരിയും പട്ടുനൂൽ പുഴുവിലെ ബോംബിക്കോളും അല്ലേ. അത് എക്സാമിന് വരാറുമുണ്ട്, പക്ഷേ ഇപ്പോൾ ആകെ ചേഞ്ച് ആയി പോയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? വിവിധ തരം ഫിറമോണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പഠിച്ചിരിക്കണേ. ടെറിട്ടോറിയൽ ഫിറമോൺ എന്തിനു വേണ്ടിയിട്ടാണ്? വാസസ്ഥാനത്തിൻ്റെ പരിധി നിർണ്ണയിക്കാനാണ് കേട്ടോ. ടെറിട്ടോറിയൽ ഫിറമോൺ എന്താണ്? വാസസ്ഥാനത്തിൻ്റെ പരിധി നിർണ്ണയിക്കാൻ. അഗ്രിഗേഷൻ ഫിറമോൺ എന്തിനു വേണ്ടിയിട്ടാണ്? ആഹാര ലഭ്യത ഉറപ്പുവരുത്താനാണ് കേട്ടോ. അഗ്രിഗേഷൻ ഫിറമോൺ എന്തിനു വേണ്ടിയിട്ടാണ്? ആഹാര ലഭ്യത ഉറപ്പുവരുത്താൻ. അലാം ഫിറമോൺ എന്ത് ചെയ്യുക? അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? അപായ സൂചന നൽകാൻ വേണ്ടിയിട്ടാണ്. ഇനി ട്രയൽ ഫിറമോൺ എന്തിനു വേണ്ടിയിട്ടാണ്? സഞ്ചാരപാത നിർണ്ണയിക്കാനാണ്. ട്രയൽ ഫിറമോൺ എന്തിനാണ്? സഞ്ചാരപാത നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈംഗിക ഫിറമോണുകളാണെങ്കിൽ ഇണകളെ ആകർഷിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഫിറമോണുകളും അവയുടെ ധർമ്മവും പഠിച്ചിരിക്കണം. ഞാൻ ഒന്നും കൂടെ പറയാം. ടെറിട്ടോറിയൽ ആണെങ്കിൽ എന്താണ്? വാസസ്ഥാനത്തിൻ്റെ പരിധി നിർണ്ണയിക്കാനാണ്. അഗ്രിഗേഷൻ ആണെങ്കിൽ ആഹാര ലഭ്യത ഉറപ്പുവരുത്താൻ. അലാം ഫിറമോൺ ആണെങ്കിൽ അപായ സൂചന നൽകാൻ വേണ്ടിയിട്ടാണ്. ട്രയൽ ഫിറമോൺ ആണെങ്കിലോ സഞ്ചാരപാത നിർണ്ണയിക്കാനാണ്. അപ്പോൾ ഉറുമ്പുകളൊക്കെ ട്രയൽ ഫിറമോൺസ് ആണല്ലേ യൂസ് ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ ഒന്നെ വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈംഗിക ഫിറമോണുകളാണെങ്കിൽ ഇണകളെ ആകർഷിക്കാൻ കേട്ടോ. കൃഷിയിടങ്ങളിൽ കീടനിയന്ത്രണത്തിനായിട്ട് ഫിറമോൺ കെണി ഉപയോഗിക്കുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലായല്ലോ. ആ കൃഷിയിടങ്ങളിൽ കീടനിയന്ത്രണത്തിനായിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? ഫിറമോൺ കെണി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഫിറമോൺ കൗതുകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്കതും കൂടെ ഒന്ന് വായിക്കാം. ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകൾ അപായ സൂചന നൽകാനും ആഹാര ലഭ്യത അറിയിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകൾ എന്തിനാണ്? അപായ സൂചന നൽകാനും ആഹാര ലഭ്യത അറിയിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. തേനീച്ചയിലെ റാണി ഫിറമോൺ സ്രവിക്കുന്നത് പ്രധാനമായും പുതിയ റാണികൾ ഉണ്ടാകുന്നത് തടയുന്നതിനും ജോലിക്കാരായ തേനീച്ചകൾ റാണിയെ പരിപാലിക്കുന്നതിനുമാണ്. നായ, പൂച്ച മുതലായ സസ്തനികൾ അവയുടെ ചുറ്റുപാടിൽ മൂത്രവിസർജനം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ആവാസ പരിധിയിൽ അവയുടെ സാന്നിധ്യം അറിയിക്കുകയും അതിർത്തി നിർണ്ണയിക്കുകയുമാണ് അതിലൂടെ ചെയ്യുന്നത്. മുയൽ, ഷഡ്പദങ്ങൾ എന്നിവ ഇണകളെ ആകർഷിക്കാനും ഇണചേരൽ പ്രതികരണങ്ങൾ ഉളവാക്കാനും ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മുയലുകളിലെ മമ്മറി ഫിറമോൺ, നായകളിലെ അബാസിൻ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, കസ്തൂരിമാനിലെ കസ്തൂരി ഉണ്ട്, പട്ടുനൂൽ പുഴുവിലെ ബോംബിക്കോളുണ്ട്. അതുപോലെ തന്നെ 2 പഠിച്ചിരിക്കുക. മമ്മറി ഫിറമോൺ, മുയലുകളിലെ മമ്മറി ഫിറമോൺ, മുയലുകളിലെ മാമാട്ടോ മമ്മറി ഫിറമോൺ. നായകളിലാണെങ്കിൽ അബാസിൻ എന്നാണ് കേട്ടോ. നായകളിലെ ഫിറമോണിൻ്റെ പേരെന്താണ്? അബാസിൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബയോളജി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് നല്ല നല്ല പോയിൻറ്റുകൾ കിട്ടിയില്ല എല്ലാവർക്കും. നോട്ട്സ് ആക്കിയിട്ട് ചെറിയ നോട്ട്സ് ആക്കിയിട്ട് തന്നെ എഴുതിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എപ്പോഴും നമുക്കിങ്ങനെ
ഈ ഒരുപാട് വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ബോറടിക്കില്ല, നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരേ ടോപ്പിക്ക് തന്നെ നമുക്ക് ഒരുപാട് പഠിച്ചിട്ട് നമുക്ക് ബോറടിക്കില്ല. ഓരോ ക്വസ്റ്റ്യൻ്റെയും കുറച്ച് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ടോപ്പിക്ക് വേഗം കവർ ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ ബയോളജിയുടെ 2 ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബയോളജിയുടെ 2 PYQ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഈ ടോപ്പിക്ക് കവർ ആവുന്നതും വരെ നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്